ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞതുപോലെ നമ്മളെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വരുന്ന 22 ചൊവ്വാഴ്ചയാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലാഗ് ഓഫ് രാവിലെ 11 മണിക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് സംബന്ധമായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. നമ്മളെ വണ്ടി ഒന്ന് പണിക്ക് കയറ്റാനുണ്ട്, പിന്നെ അല്ലറ ചില്ലറ വേറെ പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാം. ഓക്കെ. ഈ സൈഡ് ഊരുണ്ടില്ലേ? എന്താ അങ്ങനെ ത്രെഡ് താനെ പോണ തന്നെയാണ്. സമയത്തിന്റെ കേടുണ്ടാവില്ല. ജനറൽ ചെക്കപ്പിന് എന്തൊക്കെ ഉണ്ടാവില്ല? കാർപ്പറേറ്റ് വേണമെങ്കിൽ മാത്രമേ അയച്ചു നോക്കാത്തുള്ളൂ. മാത്രം ടാങ്കിൽ ചളി ഉണ്ടാവും. പിന്നെ വല്ലാണ്ട് ഓടിക്കില്ല. എടുത്തിട്ട് 3-4 കൊല്ലല്ലേ? നല്ലല്ലോ, 4000 കിലോമീറ്റർ. അടുത്തുള്ള ടയറല്ലേ? അടുത്തുള്ള ടയറല്ലേ? കമ്പനി കൊടുക്കുന്ന ഇന്ത്യ 3ാമത്തെ ടയർ. 46 ഓടിയില്ലേ? ഊരിക്കാണല്ലേ? ഫസ്റ്റ് ടൈം ഊരിയിട്ട് കാണാൻ റീൽസിലൊക്കെ കാണാനല്ലാതെ അവള് ചളി വെക്കണം. അത് ചളി ഇതിൽ കുറച്ച് പുഷ് ചെയ്തതാണ്. ഇതിൻ്റെ അത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കുറച്ച് മുന്നൊന്നും ചെയ്തത് അവിടുന്ന് ഇത് നേരാക്കിയാണ്ട് കുറച്ചൊരു കണത്തിൽ പുഷിങ് കയറ്റാൻ. അതേപോലെ ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റുമോ? പുഷിന് കുറച്ചൊന്ന് അയച്ചു വിട്ട് കിട്ടിയാലും അത്രയും സുഖം. ഒരു വലിയ യാത്ര പോകാൻ കഴിഞ്ഞാൽ ഇന്ന് കിട്ടോ? വൈകുന്നേരം കവറും ഫ്രണ്ടും കാട്ടണം. പുഷൻ കൂട്ടാൻ മറക്കണ്ട. ഇതെന്തായാലും ഇല്ലേ, ഒന്ന് ചെത്തി നിങ്ങൾ ലെവലാക്കി തരണം. കറക്റ്റ് ചതുരത്തിൽ ഫോം വെച്ചാൽ മതി. കുറച്ച് കണത്തിൽ ഫോം വെച്ചാൽ മതി. വൈകുന്നേരം വരാം. ഓക്കെ. മറ്റേ ചാരിക്കാനുള്ള ഇപ്പം കിട്ടൂല പറഞ്ഞു. അതിന് പുഷന് ഒരു തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. ഞാൻ കൊടുക്കാൻ നേരം വെച്ചിട്ട് അതിനുള്ള ഫ്രണ്ട് സീറ്റ് ഇടാം. ആയിക്കോട്ടെ. അത് പിന്നെ വെക്കുന്നാല് തിങ്കളാഴ്ച വരുന്നുണ്ട്.
ഫുള്ള് തട്ടിട്ട് കൊടുക്കും. സ്പോൺസർമാരെ കിട്ടാൻ നമ്മൾ അത്ര ഒരു ഇതായിട്ടില്ലല്ലോ, ആയി വരുന്നല്ലേ ഉള്ളൂ. എന്ത് കുഴപ്പമുണ്ടോ? ഫുൾ സെറ്റ് ആ ഒന്ന് ഫ്യൂസും ചെക്ക് ചെയ്തോളൂ. പിന്നെ അതിൻ്റെത് പിന്നെ ബാറ്ററി ചെക്ക് ചെയ്യില്ല, ബാറ്ററി ചെക്ക് കയറില്ലേ, ചാർജ് ഉണ്ടാവില്ല. ഔട്ട്പുട്ട് കറക്റ്റ്. പിന്നെ പിന്നെ ചാർജറിന്റെ ഇത് വാങ്ങിയിട്ട് വരാം, അതിൻ്റെ മാറ്റാം. അത് ചാർജ് തരുന്നില്ല, അത് നോക്കാൻ പറ്റും എന്തെങ്കിലും. ആരെങ്കിലും മറ്റാൾ നോക്കിയപ്പോൾ വയറിംഗ് ഇഷ്യൂ ഇല്ലാന്നാണ് പറഞ്ഞത്. എന്നാലും ഞങ്ങൾ 2 വാങ്ങിക്കൊണ്ടുവരാം. 2 ചാർജർ 2 ആയിക്കോട്ടെ. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഉച്ചയാകുമ്പോൾ പരിപാടി മാക്സിമം 12 മണി. എന്നിട്ട് നമുക്ക് അപ്പോൾ ഫുള്ള് ഫിറ്റാക്കി 1 മണി നമുക്ക് ഇറക്കുന്ന രീതിയിലാക്കാം. അതിന്റെ മുന്നേ എന്തെങ്കിലും ഒരു ഫുൾ ജനറൽ ചെക്കപ്പ് ചെയ്തല്ലോ ഇതിന്റെ അല്ല, എല്ലാം ഒന്നും ടൈറ്റ് ആക്കാൻ എല്ലാ ബോൾട്ടും ഇതിട്ടില്ല, ഹാൻഡിലിട്ടില്ല. അത് പോകുമ്പോൾ അത് ക്വാളിറ്റിക്കാരുടെ 2 വെച്ചാൽ അതിന്റെ ചായ അതിന്റെ ചായ അതിന് വെച്ചു. അതിന്റെ ബാക്കി ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാം. ഓക്കെ, ആ 4 ടിക്കറ്റ് വെച്ചാൽ കേട്ടോ. 4 ടിക്കറ്റിന് അങ്ങനെ കുട്ടപ്പനാക്കി വെച്ചതാ. പിന്നെ ഇപ്പോൾ ഓയിൽ ചേഞ്ച് ഉണ്ട്, പിന്നെ ബാക്കിലെ പാഡും മാറ്റി, ബ്രേക്ക് പാഡ്. അതേ ഉള്ളൂ. ഇത് രണ്ടും 10 കേബിള്. പിന്നെ ഫ്ലാഗ് ഇല്ലേ, ലഡാക്ക് ഫ്ലാഗ് ഇല്ലേ, അത് 2 ബൈക്ക് നോക്കുന്നു. ആ ചെറുത് ബൈക്ക് നോക്കുന്നു. ശരിക്കും 9747. വിളിച്ച നമ്പറാണോ അതോ ബാറ്ററി മാത്രം സ്റ്റോക്ക് ഔട്ടാ, കമ്പനി സ്റ്റോക്ക് ഇല്ല. അതും ബാറ്ററി എന്താ പറയുക, ഒറിജിനൽ അല്ലാത്ത വെക്കലും ഇല്ല. ഇതിനൊരു മൈക്ക്, ചാർജർ പിന്നെയും സെപ്പറേറ്റ്. മൈക്കില്ല, ഹെൽമെറ്റ്. പിന്നെ ഇതിന് വാറന്റി ഉണ്ടോ? ഇതിന്റെ മുകളിലൊരു മൈക്ക് ഹെൽമെറ്റിലേക്ക് സെപ്പറേറ്റ് ലാപ്പിലാണ്. ബബി ഇവർക്ക് ഹെൽമെറ്റിലേക്ക് വെക്കാനാണ്.
നമ്മളെ സാധാ ലാപ്പിൽ തന്നെ കൊടുക്കുക. മീഡിയ മോഡിന് മീഡിയ മോഡിന് മൈക്ക് സാധാ സോണി അല്ലേ? ഇതാകുമ്പോൾ കറക്റ്റ് സാധനം. ഇതിന് മീഡിയ മോഡിന് എങ്ങനെ വാറണ്ടി അവർ ഇങ്ങനെ ഇതിൽ പറയുന്നുണ്ട്. എന്തിനാന്നൊന്നുമില്ല, എന്തിനാന്നൊന്നുമില്ല. ഡാമേജിന് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ കൊടുത്ത് ലൈഫ് ടൈം ഇതിനൊക്കെ ഡാമേജ് അല്ലാണ്ട് അതിന്റെ മൈക്കിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന അത് ഇതിന്റെ ആ സൈറ്റിൽ ബബി ഇതിന്റെ മീഡിയ മോഡിന്റെ ഒക്കെ ആണെങ്കിലും ആ സൈറ്റിൽ റീച്ച് ചെയ്തിട്ട് തന്നെ ആയിരിക്കില്ലേ ചെയ്യേണ്ടി വരാം. പണി കഴിഞ്ഞു